നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരത്ത് വൻ കവർച്ച. 72 പവൻ സ്വർണവും പണവും കവർന്നു. കവർച്ച കടമ്പാർ പള്ളത്തെ സഞ്ജീവി ഷെട്ടിയുടെ വീട്ടിൽ. കാഞ്ഞങ്ങാട് കിഴക്കുംകരയിൽ പാടത്തിന് തീപിടിച്ചു. തീ അണക്കാൻ മണിക്കൂറുകൾ നീണ്ട പരിശ്രമം. റബ്ബർ കർഷകർക്ക് ആശ്വാസം. താങ്ങുവില 130 വർദ്ധിപ്പിച്ചു. സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണം തുടങ്ങി. CH കുഞ്ഞമ്പുവും M രാജഗോപാലും പത്രിക സമർപ്പിച്ചു. ഖാദിയുടെ മരണം കുറ്റക്കാരെ ഉടൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യം. ആക്ഷൻ കമ്മിറ്റിയുടെ അനിശ്ചിതകാല സമരം 29 മുതൽ. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരത്ത് പൂട്ടിയിട്ട വീട്ടിൽ നിന്നും 72 പവൻ സ്വർണവും പണവും കവർച്ച ചെയ്തു. മഞ്ചേശ്വരം കടമ്പാർ പള്ളത്തെ സഞ്ജീവി ഷെട്ടിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിക്കാണ് കവർച്ച നടന്ന കാര്യം സഞ്ജീവിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വ്യാഴാഴ്ച രാത്രി വീടിന്റെ തൊട്ടടുത്ത് ഉത്സവത്തിന് പോയതായിരുന്നു സഞ്ജീവി. വീടിന്റെ അടുക്കള ഭാഗത്തെ ജനൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. അകത്തുകടന്ന മോഷ്ടാക്കൾ അലമാരയും തുണിത്തരങ്ങളും എല്ലാം വലിച്ചു പുറത്തിട്ടിരുന്നു. മോഷണം പോയ 72 പവൻ സ്വർണവും ഗുജറാത്തിലുള്ള മകൾ മീനാക്ഷിയുടേതാണ്. വീട്ടിലെ അടുക്കളയിൽ അരി സൂക്ഷിക്കുന്ന കുടത്തിൽ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു സ്വർണം. ചൗക്കാറിലെ ഗുളിക ക്ഷേത്രത്തിലെ ഉത്സവം കാണാനെത്തിയതായിരുന്നു മകൾ മീനാക്ഷിയും മരുമകൾ മമതയും. മമതയുടെ 6500 രൂപയും മോഷണം പോയിരുന്നു. വീടിനെ കുറിച്ച് നന്നായി അറിയാവുന്നവർക്ക് മാത്രമേ ഇത്ര സമർത്ഥമായി മോഷണം നടത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസ് നിഗമനം. മഞ്ചേശ്വരം SI P പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കാഞ്ഞങ്ങാട്ടെ ഫയർമാൻമാർക്ക് വെള്ളിയാഴ്ച വിശ്രമമില്ല. കിഴക്കുംകരയിലെ പാടത്തിലെ തീ അണച്ചത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. കാഞ്ഞങ്ങാട്ടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് വെള്ളിയാഴ്ച വിശ്രമമില്ലാത്ത ദിനമായിരുന്നു. രാവിലെ മുതൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി അഗ്നിബാധ നടക്കുന്നതായുള്ള കോളുകളെത്തി. മിക്കയിടങ്ങളിലും എത്തി തീയണയ്ക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് ഉദ്യോഗസ്ഥർ. കാഞ്ഞങ്ങാട് ഓർഫനേജ് ITIക്ക് മുന്നിലും ബല്ലത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്തും കിഴക്കങ്കര വെള്ളിക്കോത്ത് റോഡരികിലും നീലേശ്വരം AKBM സ്കൂൾ പരിസരത്തുമെല്ലാം പുല്ലിന് തീപിടിച്ച് വൻ അഗ്നിബാധയുണ്ടായി. കിഴക്കങ്കര വെള്ളിക്കോത്ത് റോഡരികിലെ പ്രഭാകരന്റെ ഉടമസ്ഥതയിലുള്ള പുല്ലിനാണ് തീപിടിച്ചത്. ശ്രമകരമായ പരിശ്രമത്തിനൊടുവിൽ കൂടുതൽ അഗ്നി പടരുന്നത് ഒഴിവാക്കാൻ സാധിച്ചതിന്റെ ആശ്വാസത്തിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. പാടത്തെ 2 തെങ്ങുകൾ കത്തിനശിച്ചവയിൽപ്പെടും. അഗ്നിബാധ അണയ്ക്കാൻ ലീസിംഗ് ഫയർമാൻ RK രമേശ്, ഫയർമാൻമാരായ KV സന്തോഷ് കുമാർ, രതീഷ്, ഹോംഗാർഡ് ശ്രീധരൻ, സ്റ്റേഷൻ ചാർജ് മനോജ് കുമാർ തുടങ്ങിയവർ നേതൃത്വമേകി. റബ്ബറിന്റെ വിലയിടിവിൽ ദുരിതത്തിലായ കർഷകർക്ക് ഇനി ആശ്വസിക്കാം. റബ്ബറിന്റെ വില 90 രൂപയിൽ നിന്നും 130 രൂപയായി വർദ്ധിപ്പിച്ചതോടെയാണ് കർഷകർക്ക് അല്പമെങ്കിലും ആശ്വാസത്തിന് വകയായത്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന റബ്ബർ കർഷകരെ ദുരിതത്തിലാക്കിയാണ് റബ്ബറിന് വിലയിടിവ് സംഭവിച്ചത്. 100 കൂട്ടം പ്രതീക്ഷകളുമായി ജീവിതം നയിച്ച റബ്ബർ കർഷകർ ആത്മഹത്യയുടെ വക്കിലായിരുന്നു. കഴിഞ്ഞ വർഷം മുതൽക്കാണ് ഇത്രയധികം വിലയിടിവ് ഉണ്ടായത്. അതുവരെ 240 രൂപയോളം വിലയുണ്ടായിരുന്ന റബ്ബറിന്റെ വില കുത്തനെ ഇടിയുകയായിരുന്നു. അമിതമായ ഉൽപാദന ചെലവും വിലയിടിവും കാരണം ഉൽപാദനം നിർത്തിവെക്കാൻ വരെ കർഷകർ തയ്യാറായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് മലയോര പ്രദേശങ്ങളെയാണ്. നിലവിൽ വില വർദ്ധിച്ചുവെങ്കിലും ഇത് ഉപയോഗപ്പെടുത്താനാവാതെ കഷ്ടപ്പെടുകയാണ് കർഷകർ. വേനൽ കടുത്തതോടെ ഉൽപാദനം നന്നേ കുറഞ്ഞിരിക്കുകയാണ്. റബ്ബറിന്റെ ഉൽപാദന സീസൺ ആകുന്നതോടെ ഇനിയും വില വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് റബ്ബർ കർഷകർ. മതസൗഹാർദ്ദത്തിന് പുതിയ മാനങ്ങൾ നൽകി ഉദ്യാവാര ശ്രീ അറശു മഞ്ചിസ്നാർ ക്ഷേത്രവും 1000 ജമാഅത്തും. ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി ആചാരസ്ഥാനികർ 1000 ജമാഅത്ത് സന്ദർശനം നടത്തി. ആചാരസ്ഥാനികർക്ക് ഹൃദ്യമായ വരവേൽപ്പാണ് ജമാഅത്ത് കമ്മിറ്റി നൽകിയത്. മെയ് 8 മുതൽ 11 വരെയാണ് അറശു മഞ്ചിസ്നാർ ക്ഷേത്രത്തിൽ നിയമോത്സവം നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ക്ഷേത്ര ഭാരവാഹികളും ആചാരസ്ഥാനികരും 1000 ജമാഅത്തിൽ എത്തിച്ചേർന്നത്. ജുമാ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ ഇവരെ ആദരപൂർവ്വം സ്വീകരിച്ചു.
ജമാഅത്തിനകത്തെത്തിയ ആചാരസ്ഥാനികർ ക്ഷേത്രോത്സവത്തിലേക്ക് കമ്മിറ്റി ഭാരവാഹികളെ ക്ഷണിച്ചു. ക്ഷണം ആദരപൂർവ്വം സ്വീകരിച്ച പള്ളി കമ്മിറ്റി ഭാരവാഹികൾക്ക് പ്രസാദവും നൽകിയാണ് ക്ഷേത്ര കമ്മിറ്റിക്കാർ മടങ്ങിയത്. ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ ജമാഅത്ത് ഭാരവാഹികൾ കൂടി പങ്കെടുക്കണം. ഇത് കാലാകാലങ്ങളായി തുടർന്നു പോകുന്ന ഒരു ചടങ്ങാണ്. ഉത്സവം നടക്കുമ്പോൾ ജമാഅത്ത് ഭാരവാഹികൾ പട്ടയിലിരിക്കുന്നത് വർഷങ്ങളായി തുടർന്നു പോകുന്ന ഒരാചാരമാണ്. 800 വർഷത്തിലധികമായി ഇത് അണുവിട തെറ്റാതെ ആചരിച്ചു പോന്നു. 1000 ജമാഅത്ത് പ്രതിനിധികളായ PA ഹനീഫ്, അബൂബക്കർ മാഹിൻ, SL മൊയ്തീൻ, സൂപ്പി ഹാജി, ഹനീഫ്, അബ്ദുൽ കലാം മൗലവി എന്നിവർ സ്വീകരണ ചടങ്ങിന് നേതൃത്വം നൽകി. ഉദ്യാവര ക്ഷേത്ര ഭാരവാഹികളായ ജയൽപാൽ ഷെട്ടി, മഞ്ജു ഭണ്ഡാരി, ദുർഗ ഭണ്ഡാരി, മാധവ സ്വാഗത, മുണ്ട ഷെട്ടി എന്നിവരാണ് സന്ദർശനത്തിനെത്തിയത്. ജാതിമത വ്യത്യാസമില്ലാതെ ഐക്യത്തോടെ ജീവിക്കുക എന്നതാണ് ഖുറാനും ബൈബിളും ഭഗവത്ഗീതയും നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായി കണ്ട് ജീവിച്ചാൽ സമൂഹത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. റഹ്മാൻ ഉദ്യാവാര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഇനി കൊടിപൂരം. ജില്ലയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. ആദ്യ ദിനം പത്രിക നൽകിയത് CPM-ലെ CH കുഞ്ഞമ്പുവും M രാജഗോപാലനും. നൂറുകണക്കിന് ഇടതുമുന്നണി പ്രവർത്തകരോടൊപ്പമാണ് ഇവർ പത്രിക സമർപ്പിക്കാനെത്തിയത്. M രാജഗോപാലൻ തൃക്കരിപ്പൂരിലും CH കുഞ്ഞമ്പു മഞ്ചേശ്വരത്തു നിന്നുമാണ് ജനവിധി തേടുന്നത്. വെള്ളിയാഴ്ച പകൽ 11:30 വരണാധികാരി കൂടിയായ കളക്ടർക്ക് മുൻപാണ് ഇവർ പത്രിക സമർപ്പിച്ചത്. CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് ഇരുവരും പത്രിക സമർപ്പിക്കാനെത്തിയത്. CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, P രാഘവൻ, MV ബാലകൃഷ്ണൻ മാസ്റ്റർ, KV കുഞ്ഞിരാമൻ, K കുഞ്ഞിരാമൻ, CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, T കൃഷ്ണൻ, VB രാജൻ, M അനന്തൻ നമ്പ്യാർ, കൈപ്രത്ത് കൃഷ്ണൻ നായർ, CV ദാമോദരൻ, AJ ജെയിംസ്, അസീസ് കടപ്പുറം, KS ഫക്രുദ്ദീൻ, NP ദാമോദരൻ തുടങ്ങി നിരവധി പേർ സംഘത്തിലുണ്ടായിരുന്നു. ഉദുമ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി K കുഞ്ഞിരാമന്റെ 1ാം ഘട്ട പര്യടനം പൂർത്തിയാക്കി. കുഞ്ഞിരാമൻ വോട്ടഭ്യർത്ഥിച്ച് മണ്ഡലത്തിലെ തൊഴിലിടങ്ങളിലെത്തി. ഉദുമ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി K കുഞ്ഞിരാമൻ 1ാം ഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. MLA കൂടിയായ കുഞ്ഞിരാമൻ കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ ചെയ്ത വികസനങ്ങളിൽ ഊന്നിയാണ് വോട്ടഭ്യർത്ഥന നടത്തുന്നത്. വോട്ടർമാർക്കിടയിൽ അഭ്യർത്ഥനയുമായി എത്തുന്ന K കുഞ്ഞിരാമൻ MLA സ്വതസിദ്ധമായ ശൈലിയിൽ നാട്ടുവിശേഷങ്ങൾ പങ്കുവെച്ച് LDF വരേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിയാണ് പ്രചരണ രംഗത്ത് സജീവമാകുന്നത്. തകർച്ചയെ നേരിടുന്ന പരമ്പരാഗത വ്യവസായ മേഖലകളിൽ K കുഞ്ഞിരാമൻ സന്ദർശിച്ച് പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയുണ്ടായി. വെള്ളിയാഴ്ച രാവിലെ പുല്ലൂരിലെ ദിനേശ് BD കമ്പനിയിലും മറ്റ് തൊഴിൽ സ്ഥാപനങ്ങളിലും വോട്ട് തേടി കുഞ്ഞിരാമൻ MLA എത്തി. തൊഴിലാളികൾ സ്ഥാനാർത്ഥിക്ക് ഊഷ്മളമായ വരവേൽപ്പ് നൽകി. പുല്ലൂർ ദിനേശ് BD കമ്പനി, ടൈലറിംഗ് പരിശീലന കേന്ദ്രം, വ്യാപാര സ്ഥാപനങ്ങൾ, ഓട്ടോ സ്റ്റാൻഡ് തുടങ്ങിയിടങ്ങളിലെല്ലാം വോട്ടഭ്യർത്ഥിക്കാനെത്തി. K കുഞ്ഞിരാമൻ MLAയോടൊപ്പം CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TV കരിയൻ, M കുഞ്ഞമ്പു, പുല്ലൂർ ലോക്കൽ സെക്രട്ടറി MV നാരായണൻ, ലോക്കൽ കമ്മിറ്റി അംഗം A കൃഷ്ണൻ എന്നിവരും കൂടെ ഉണ്ടായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. DYFI ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ഭാസ്കര കുമ്പളയുടെ 19ാം ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. കുമ്പളയിൽ അനുസ്മരണ സമ്മേളനം നടന്നു. വർഗീയ ഫാസിസത്തിനും തീവ്രവാദത്തിനുമെതിരെ പോരാടിയ കുമ്പളയിലെ ധീരനായ യുവജന പോരാളിയായിരുന്നു ഭാസ്കര കുമ്പള. പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ വേരോട്ടമില്ലായിരുന്ന കുമ്പളയിൽ ഭാസ്കര കുമ്പള എന്ന ഊർജ്ജസ്വലനായ നേതാവിലൂടെ നേടിയെടുത്ത സംഘടനാ ശക്തി വർഗീയ ശക്തികളെ തെല്ലൊന്നുമല്ല അലട്ടിയത്. അതാണ് ഭാസ്കരയെ ഉന്മൂലനം ചെയ്യാനുള്ള തീരുമാനത്തിൽ ഇവരെ കൊണ്ടുചെന്നെത്തിച്ചതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. RSS BJP നരാധന്മാർ ഓടുന്ന ബസ്സിൽ വെച്ച് അത്യന്തം പൈശാചികമായി ഭാഗവരുത്തി. ആ വെളിച്ചം അന്ന് പൊളിഞ്ഞു പോയി. ഭാസ്കര കുമ്പള കാലത്തിൽ കാലിടറി വീണുപോയി. പക്ഷെ ആ വെളിച്ചം മാഞ്ഞു പോയെങ്കിലും ഭാസ്കര കുമ്പളയെ BJP RSS നരാധന്മാർ കൊലപ്പെടുത്തിയെങ്കിലും ആ ഓർമ്മ ഈ തുളുനാടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ എക്കാലവും മറക്കാത്ത ധീരമായ ഒരു ശക്തിയായി നിലകൊള്ളുന്നു. CPM നേതാക്കളായ VPP മുസ്തഫ,
ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത്, സെക്രട്ടറി കെ മണികണ്ഠൻ, മഞ്ചേശ്വരത്തെ LDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പു, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗമായ CA സുബൈർ, പി രഘുദേവൻ മാസ്റ്റർ, വിട്ടൽ റായ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. നേരത്തെ ആയിരങ്ങൾ അണിനിരന്ന പ്രകടനവും നടന്നു. കൊടും വരൾച്ചയിൽ ആശ്വാസത്തിന്റെ തെളിനീരുമായി KSKTU കയനി യൂണിറ്റാണ്. കൊടും വരൾച്ചയിൽ കുടിവെള്ളത്തിനായി വലയുന്ന കയനിയിലെ ജനങ്ങൾക്ക് ജലവിതരണത്തിലൂടെ ആശ്വാസത്തിന്റെ തെളിനീര് ഒരുക്കിയത്. കൊടും വരൾച്ചയിൽ ജനം വലയുമ്പോൾ ആശ്വാസത്തിന്റെ തെളിനീരുമായാണ് KSKTU കയനി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കയനിയിലെ കുടുംബങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്തത്. കോടികൾ മുടക്കി തയ്യാറാക്കിയ ജപ്പാൻ കുടിവെള്ള പദ്ധതി ജില്ലയിലെ പല ഭാഗങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും മലയോര മേഖലയിലെ പല പ്രദേശത്തും ഇതിന്റെ ഗുണം ലഭിക്കുന്നില്ല. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കുടിനീർ ക്ഷാമം തുടങ്ങിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കുടിവെള്ളം വിതരണം ചെയ്തത്. KSKTU നീലേശ്വരം ഏരിയ സെക്രട്ടറി കയനി മോഹനൻ കുടിവെള്ള വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2016 അന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം നേരിടേണ്ടി വന്നത്. അത് പറഞ്ഞാൽ നമ്മളെ മേഖലയിൽ ഇപ്പം നമ്മളെ സംസ്ഥാനത്ത് ഒട്ടൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മളെ പഞ്ചായത്തിൻ്റെ അകത്ത് പല മേഖലകളിലും ഇതുപോലുള്ള കയനി പോലുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളം തീരെ കിട്ടാത്ത രീതിയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. KSKTU യൂണിറ്റ് പ്രസിഡന്റ് C ഗംഗാധരൻ അധ്യക്ഷനായി. KSKTU യൂണിറ്റ് സെക്രട്ടറി മനോജ്, CPI ബ്രാഞ്ച് സെക്രട്ടറി PR രവീന്ദ്രൻ, ലെനിൻ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. CM ഉസ്താദിന്റെ കൊലയാളികളെ ഉടൻ പിടികൂടി നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. ഏപ്രിൽ 29 മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സമരം. ഏപ്രിൽ 29 മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് അനിശ്ചിതകാല സമരം നടത്തുന്നത്. സമസ്തയുടെ ഉപാധ്യക്ഷനും മതപണ്ഡിതനുമായ CM അബ്ദുള്ള മൗലവിയെ 2010 ഫെബ്രുവരി 15-നാണ് കീഴൂർ കടുക്കക്കല്ല് കടലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്വേഷണത്തിനെത്തിയ CBI സംഘം കാസിയുടെ വീട്, മൃതദേഹം കാണപ്പെട്ട സ്ഥലം, കാസിയുടെ ഊന്നുവടിയും ടോർച്ചും ഉണ്ടായ സ്ഥലം എന്നിവിടങ്ങളിൽ പ്രാഥമിക പരിശോധന നടത്തി. അതിനുശേഷം ഖാസിയുടെ മകൻ ഷാഫിയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തു. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പിന്നീട് CBIയും കേസ് അന്വേഷിച്ചുവെങ്കിലും ഖാസിയുടെ മരണത്തിൽ ദുരൂഹതയൊന്നുമില്ലെന്ന നിഗമനത്തിലാണ് എത്തിച്ചേർന്നത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ ആക്ഷൻ കമ്മിറ്റിയും ബന്ധുക്കളും തയ്യാറായില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ വീണ്ടും കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി ഉത്തരവ് പ്രകാരം CBI കേസ് പുനരന്വേഷിക്കുന്നുണ്ടെങ്കിലും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ആക്ഷൻ കമ്മിറ്റി പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. ചെറുവത്തൂർ വീരഭദ്ര ക്ഷേത്രം നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഒരുങ്ങി. 39 വർഷങ്ങൾക്കു ശേഷം ഏപ്രിൽ 26 മുതൽ മെയ് 1 വരെയാണ് കലശ മഹോത്സവം നടക്കുക. വിപുലമായ ഒരുക്കങ്ങളാണ് നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ഉത്സവ ഭാഗമായി 24-ന് രാവിലെ 9-ന് ഊത്തൂങ്കൂലം ശിവക്ഷേത്ര പരിസരത്ത് നിന്നും കലവറ ഘോഷയാത്ര നടക്കും. തുടർന്ന് അന്നദാനം. 25-ന് വൈകുന്നേരം 5-ന് സ്മരണിക പ്രകാശനം. ചടങ്ങ് ഡോക്ടർ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും. ഹരിദാസ് കരിവളൂർ പ്രകാശനം നിർവഹിക്കും. തുടർന്ന് ചലച്ചിത്രതാരം അമ്പിളിദേവിയും ക്ഷേത്ര മാതൃസമിതിയും ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ 26-ന് വൈകുന്നേരം 4:30-ന് ക്ഷേത്രം തന്ത്രി നെല്ലിയോട്ട് വിഷ്ണു നമ്പൂതിരിപ്പാടിനെ പൂർണ്ണകുംഭത്തോടെ വരവേൽക്കും. വൈകുന്നേരം 5-ന് സാംസ്കാരിക സമ്മേളനം. മലബാർ ദേവസ്വം പ്രസിഡന്റ് സജീവ് മറോളി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കലാഞ്ജലി, ചെന്നൈ നാട്യനിവേദനം, 27-ന് ഉച്ചയ്ക്ക് 1:30-ന് താഴികക്കുടം പ്രതിഷ്ഠ, 27-ന് വൈകുന്നേരം 4:30-ന് മാതൃസമ്മേളനവും തുടർന്ന് നാടകവും അരങ്ങേറും. 28-ന് വൈകുന്നേരം 4-ന് അക്ഷരശ്ലോക സദസ്സ്, തുടർന്ന് സാംസ്കാരിക പ്രഭാഷണം, തായമ്പക, കരോക്കെ ഗാനമേള എന്നിവ നടക്കും. 29-ന് വൈകുന്നേരം 5-ന് നടക്കുന്ന മാനവമൈത്രി സമ്മേളനം കർണാടക ആരോഗ്യമന്ത്രി UT ഖാദർ ഉദ്ഘാടനം ചെയ്യും. ഉത്സവങ്ങളിലും ഒരുപാട് വ്യത്യസ്തങ്ങളുള്ള 32ഓളം ദിവസം
ഉള്ള പൂരോത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. കേരളത്തിൽ വേറെ എവിടെയും ഇത്രയും ദിവസം നീണ്ടിരിക്കുന്ന പൂരോത്സവമില്ല. അത് അതേ പ്രത്യേകതയോടെ 30 ദിവസം നീണ്ടിരിക്കുന്ന പാട്ടുത്സവം, അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത. മെയ് 1 പുലർച്ചെ 4 മുതൽ വിവിധ പൂജാതി കർമ്മങ്ങൾ നടക്കും. ഉച്ചയ്ക്ക് അന്നദാനവും വൈകിട്ട് 5 തിടമ്പ് നൃത്തവും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ KR കുഞ്ഞിരാമൻ, മനേരി കുഞ്ഞിക്കണ്ണൻ നായർ, V സുരേഷ് ബാബു, രാധാകൃഷ്ണൻ മനേരി, V അജേഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരത്ത് വൻ കവർച്ച, 72 പവൻ സ്വർണവും പണവും കവർന്നു. കവർച്ച കടമ്പാർ പള്ളത്തെ സഞ്ജീവി ഷെട്ടിയുടെ വീട്ടിൽ. കാഞ്ഞങ്ങാട് കിഴക്കുംകരയിൽ പാടത്തിന് തീപിടിച്ചു. തീ അണക്കാൻ മണിക്കൂറുകൾ നീണ്ട പരിശ്രമം. റബ്ബർ കർഷകർക്ക് ആശ്വാസം, താങ്ങുവില 130 വർദ്ധിപ്പിച്ചു. സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണം തുടങ്ങി. CH കുഞ്ഞമ്പുവും M രാജഗോപാലും പത്രിക സമർപ്പിച്ചു. ഖാദിയുടെ മരണം, കുറ്റക്കാരെ ഉടൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യം. ആക്ഷൻ കമ്മിറ്റിയുടെ അനിശ്ചിതകാല സമരം 29 മുതൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.